മാരാമൺ ഒരു പ്രതീകമാണ്, പ്രത്യാശയുടെ പ്രതീകം. ഈ മണൽപ്പരപ്പിലേക്ക് 121 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന് സമ്മേളിച്ച പൂർവ്വപിതാക്കന്മാർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവായ യേശുനാഥൻ്റെ വചനങ്ങൾ അനേകരിലേക്ക് പകരുക. പാരമ്പര്യങ്ങളും ആചാരങ്ങളും പള്ളികളും പള്ളിമേടകളും വിട്ട് അവർ നിർമ്മല സുവിശേഷത്തിനായി ജീവിതം കൊടുത്തു. പമ്പാനദിയുടെ വിശാലമായ മണൽപ്പുറത്തു നിന്നും സുവിശേഷത്തിൻ്റെ അഗ്നി അനേകരിലൂടെ അനേക ദേശങ്ങളിലേക്ക് ആളിപ്പടർന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം മാരാമൺ മണൽപ്പുറത്ത് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. പാപങ്ങളിൽ നിന്നും പാപജീവിതത്തിൽ നിന്നും അനേകർ മോചിക്കപ്പെട്ടുകൊണ്ടിരുന്നു. രോഗം ബാധിച്ചവർ യേശുനാഥൻ്റെ സ്പർശനത്താൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരുന്നു. മാരാമണ്ണിൽ നിന്നും മുഴങ്ങിയ ദൈവശബ്ദം ഏറ്റെടുത്ത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ദീപശിഖ ഏറ്റെടുത്ത അനേകരിലൂടെ പാലക്കാട്, അങ്കോള, സിഹോറ, സത്ന, ഹോസ്കോട്ട എന്നീ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ആശ്രമങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അനേകായിരങ്ങൾ യേശുവിനെ അറിഞ്ഞു. 1 നൂറ്റാണ്ടിലേറെയായി ലോകത്തിനു മുമ്പിൽ വിസ്മയമായി നിലനിൽക്കുകയാണ് മാരാമൺ കൺവെൻഷൻ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള സുവിശേഷകന്മാർ ഓരോ വർഷവും മണൽപ്പുറത്ത് സത്യസുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ 1 നൂറ്റാണ്ടിലധികമായി മാരാമൺ കൺവെൻഷനിൽ ദൈവശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ലോകപ്രസിദ്ധമായ 121ാമത് മാരാമൺ കൺവെൻഷന്റെ 2ാം ദിവസത്തിലേക്ക് അബ്ബാ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി മലിനീകരണമാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിറയുന്ന മാലിന്യത്തെക്കാൾ അധികമായി മനുഷ്യ മനസ്സുകൾ മലിനപ്പെടുകയാണ്. വ്യക്തി ഹത്യ അനുദിനം വർദ്ധിക്കുന്നു. രാഷ്ട്രീയ സാമുദായിക തലങ്ങളിൽ അസുഖകരമായ പ്രവണതകളാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് സമസ്ത ജനസമൂഹവും ഒത്തൊരുമിച്ച് നീങ്ങണമെന്ന് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്നലത്തെ യോഗത്തിൽ സഭാ മക്കളോട് ആഹ്വാനം ചെയ്തു. Have your Bible, you turn to Matthew chapter 11, verses 28 to 30.
നിങ്ങളുടെ പക്കൽ വേദപുസ്തകമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എന്നോടൊപ്പം ഈ വേദബുദ്ധ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെ. Jesus says here, come to me, all you who are weary and burdened, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, and I will give you rest. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Take my yoke upon you and learn from me, എന്റെ നുകം വഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. for I am gentle and humble in heart, ഞാൻ ഹൃദയത്തിൽ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. and you will find rest for your souls. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. For my yoke is easy and my burden is light. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. Now this is a beautiful passage, ഇത് വളരെ മനോഹരമായ ഒരു ഭാഗമാണ്. a very compassionate passage. വളരെ ആർദ്രതയോടുകൂടെ സംസാരിക്കുന്ന ഒരു ഭാഗം. It's a very tender passage. വളരെയധികം മൃദുവായ ആർദ്രത നിറഞ്ഞ ഒരു വേദഭാഗം. Now here we find the vision of the calling Christ. ഇവിടെ നാം ദർശിക്കുന്നത് ദൗത്യ നിയോഗ മണ്ഡലത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഒരു ക്രിസ്തുവിനെ. ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രകളിൽ ആ ദർശനം പൂർണ്ണമായി രൂപപ്പെടുവാൻ സഹായിക്കണം, ശക്തീകരിക്കണം. ഈ ലോക ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ മധ്യത്തിൽപ്പെട്ട് ഞങ്ങളുടെ ജീവിതം തകർന്നു പോകുവാൻ സാധ്യതയുള്ളതായി തീരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിന്നെ കാണുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളുടെ ദോഷങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മാരാമൺ കൺവെൻഷനെ പറ്റി പറയുമ്പോൾ ശരിക്കും മനസ്സിനൊരു കുളിരാണ്. മാരാമൺ കൺവെൻഷൻ തുടങ്ങുന്നതെന്ന് അറിയുമ്പോൾ തന്നെ വീട്ടിലെല്ലാവർക്കും നല്ല ഉത്സാഹം. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് മസ്കുലർ ഡിസ്ട്രഫി എന്ന് പറഞ്ഞൊരു അസുഖം വന്നിട്ട് ഈ മാരാമൺ കൺവെൻഷനിൽ എഴഞ്ഞാൽ വന്നത്. എൻ്റെ അമ്മ എന്നെ താങ്ങിയെടുത്തുകൊണ്ട് വന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും കരഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഇനി ഒരു തവണയും കൂടെ എന്നെ ഇവിടെ വരാൻ പറ്റുമോ എന്ന്. പക്ഷേ വലിയനായ ദൈവം വീണ്ടും ഓടി നടന്നു വരുവാൻ തക്കവണ്ണം സഹായിച്ചു. അപ്പോൾ മാരാമൺ കൺവെൻഷൻ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അനുഗ്രഹമായ ഒരു അനുഭവം തന്നെയാണ്. പലവട്ടം ഇവിടെ ഒത്തിരി കാര്യങ്ങളുടെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് 24 ഇയേഴ്സായിട്ട് ആദ്യമായിട്ട് ഞാൻ മാരാമൺ കൺവെൻഷൻ ലാസ്റ്റ് ഇയർ അറ്റൻഡ് ചെയ്തത്. സോ എനിക്കൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. ഇവിടെ ഒരു കൺവെൻഷൻ വരാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടിയതെന്ന് സ്തോത്രം. ഈ പ്രാവശ്യം അതുപോലെ തന്നെ അവസരം കിട്ടിയതും സ്തോത്രം പറയുന്നു. ഒത്തിരി അനുഗ്രഹപ്രദമായിരുന്നു. ഒരുപാട് ദൈവവചനങ്ങളൊക്കെ കേൾക്കാനായി. ഇപ്പോഴത്തെ പുതിയ തലമുറയെ വെച്ച് നോക്കുമ്പോൾ തലമുറയുടെ ജീവിത സ്റ്റൈലിന് ഈ ഉപദേശങ്ങൾ ഒത്തിരി ഫലവത്തായിരിക്കും. പ്രകൃതിയെ കൂടെ ഉള്ള ഒരു ഇത് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഈ പമ്പയെ സൂക്ഷിക്കണം, മലിനീകരണം അത് നമ്മുടെ ഈ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണമെന്ന്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കുമ്പോൾ പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഈ മാരാമൺ കൺവെൻഷന് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുമേനിമാർ പ്രകൃതിയെക്കുറിച്ച് നല്ലതായ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അനേക പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ ഫലമായിട്ടും വർഷം തോറും ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് മാരാമൺ കൺവെൻഷൻ എന്ന്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഓരോരുത്തരുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും കണ്ണുനീരിൻ്റെയും മധ്യത്തിൽ ഞങ്ങൾ ഈ മണപ്പുറത്ത് വന്നിരുന്ന് ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ ഭാരങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് വിടുതലും രോഗത്തിന് സൗഖ്യവും തരുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ക്രിസ്തു നമ്മെ അഭിമുഖീകരിക്കാൻ നാം അനുവാദം നൽകണം. ക്രിസ്തു സ്നേഹത്തിനുള്ളിൽ ഒരു ക്രൂശുണ്ട്, എന്നാൽ അത് ദൗത്യ സരണിയിലെ വിളക്കുതണ്ടായി മാറുകയും പുറമേ കാണുന്ന പരസ്യ പ്രകടനങ്ങളിലല്ല അകമേ സൂക്ഷിക്കുന്ന ജീവിത വിശുദ്ധിയാണ് പരമപ്രധാനമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
why, as soon as they do recognize him, does he vanish? യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ തിരിച്ചറിയുമ്പോൾ ആ നിമിഷം തന്നെ കർത്താവോട് മധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത് എന്തുകൊണ്ടാണ്? So, are you ready to read the story? ഈ ഒരു കഥ ഒരുമിച്ച് വായിക്കുവാൻ നിങ്ങൾ എന്നോടൊപ്പം തയ്യാറാണോ? Here we go. Let's start. All right, let's get some things straight from the very beginning. We know nothing about Emmaus. നമുക്ക് ഇങ്ങനെ ആരംഭിക്കാം. എമൗസിനെ പറ്റി നമുക്കൊന്നും അറിയുകയില്ല എന്ന് ചിന്തിക്കുക. There is no Emmaus on any map. There is no Emmaus ever mentioned anywhere else in all the ancient literature other than here. പുരാതന സാഹിത്യ കൃതികളിൽ ഈ പ്രത്യേക ഭാഗത്തല്ലാതെ മറ്റൊരു ഭാഗത്തും എമൗസ് എന്ന ആ സ്ഥലത്തെ പറ്റി പരാമർശിച്ചിട്ടില്ല. Now, to make it even more confusing, some of the early manuscripts don't say that Emmaus was 11 kilometers from Jerusalem. They say it was 24 kilometers from Jerusalem. എന്നാൽ പലപ്പോഴും ഈ സ്ഥലത്തെ പറ്റി പഠിക്കുന്നവർ പറയുന്നത് എമൗസിന്റെ ഗ്രാമം ഇതാ 7 നാഴിക അല്ലെങ്കിൽ 14 കിലോമീറ്റർ ദൂരമല്ല, അതിനപ്പുറം ഏതാണ്ട് 24 കിലോമീറ്റർ ദൂരെയുള്ള ആ സ്ഥലം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. Now, if you look at a map, at 24 kilometers, there is a village exactly 24 kilometers from Jerusalem called Amwas. എന്നാൽ ഭൂപടം പരിശോധിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് 24 കിലോമീറ്റർ അകലെ അതിനോട് സാമ്യമുള്ള പേരുള്ള മറ്റൊരു ഗ്രാമം, എമൗസിനോട് ആ പദത്തോട് സാമ്യമുള്ള മറ്റു പേരിലുള്ള ഒരു ഗ്രാമം അവിടെയുണ്ട്. It's spelled a lot like Emmaus. അതിന്റെ അക്ഷരങ്ങൾ എമൗസ് എന്ന വാക്കിന്റെ ആ പേരിനോട് ഏറെ സാമ്യമുള്ളതാണ്. But it's key to the story that they have to be able to walk to and from Jerusalem in one day. ഒരു ദിവസം കൊണ്ടാണ് അവർ യെരുശലേമിൽ നിന്ന് ഈ ഗ്രാമത്തിൽ എത്തിയതെന്ന് വേദപുസ്തകം ഈ വേദഭാഗം നമ്മോട് പറയുന്നു. 22 kilometers is one thing. 22 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരു ദിവസം അവരെടുക്കുന്നു. Can you walk 34 kilometers in one day? 34 കിലോമീറ്ററുകൾ നിങ്ങൾക്ക് ഒരു ദിവസം നടക്കാൻ കഴിയുമോ? Now maybe if you're Indian you can. ഭാരതീയരായ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന് കഴിയുമായിരിക്കും. Because you all are great walkers. നിങ്ങളൊക്കെ നല്ല നടപ്പ് വശമുള്ളവരാണല്ലോ. But it's a long way to walk. എന്നാൽ ഇത് വളരെ ദീർഘമായ ഒരു യാത്രയാണ്, നടപ്പാണ് എന്ന് നമുക്കറിയാം. And that's why only one name is mentioned, because if you named him, you also assume that you named his wife. അതുകൊണ്ടായിരിക്കാം ഈ രണ്ട് വ്യക്തികൾ യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നുവെങ്കിലും ഒരു വ്യക്തിയുടെ പേർ മാത്രം ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ചെറുപ്പം മുതൽ ഈ മണൽ തിട്ടയിൽ ഓടിച്ചാടി നടന്ന ഒരു അനുഭവം. എന്നാൽ ഇപ്പോഴും ഒരു എല്ലാ വിഭാഗം ആളുകളുടെയും വളരെയധികം ഇൻവോൾവ്മെൻറ്റ് ഈ കൺവെൻഷനിലുണ്ട്. ജാതിമത വ്യത്യാസമെന്നെ എല്ലാവരും ഇതിൽ പങ്കാളികളാകുന്നു. ഞങ്ങളുടെയും അയൽവക്കത്തുള്ളവരൊക്കെയും ഈ കൺവെൻഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനും ആ സ്നേഹം, അതാണ് ഈ കൺവെൻഷനിലൂടെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ചെറിയ പ്രായം മുതൽ തന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ വളരെ സ്വാധീനിച്ച സഭയുടെ ഒരു മൂവ്മെൻ്റാണ് മാരാമൺ കൺവെൻഷൻ. എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ ഇവിടെ ലഭിക്കുന്നതായ ദൈവവചനവും കൂട്ടായ്മയും ദൈവത്തോടും മനുഷ്യരോടുള്ള ബന്ധം സജീവമായി നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ മാരാമൺ കൺവെൻഷൻ ആത്മീയ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒട്ടത്ത ശുശ്രൂഷയിലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഇവിടെ വന്ന് ഈ ദിവസങ്ങളിലെ വചനഘോഷണത്തിൽ പങ്കുചേരുവാനായിട്ട് ഇടയാകുന്നു. ദൈവഹിതം മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നന്മ. ചെറുപ്പത്തിലെ കുട്ടികളെ അത് പഠിപ്പിക്കുക, കുട്ടികൾ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമ്പത്താകുന്നെന്ന് അവരെ ബോധ്യമാക്കുക. പിന്നെ എല്ലാത്തിലും ഒരു ദൈവിക മർമ്മം കാണുക. നല്ല ചെറിയവർക്കുള്ള യൗവനക്കാരല്ലേ, നന്നായി പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാം വന്നതിൽ സന്തോഷം. ഇന്നുകൊണ്ട് നിർത്തിയെന്ന് വിചാരിക്കേണ്ട, എന്നും ഇതായിരിക്കണം. ജീവിതം മുഴുവൻ ശുചീകരണമാവട്ടെ. പ്രധാനമന്ത്രിയോട് ചേർന്ന് നമുക്കും പ്രവർത്തിക്കാം. ഭാരതം ശുചിത്വത്തിലേക്ക് വരട്ടെ. മാർത്തോമാ യൂനിവേഴ്സിറ്റിക്കും കഴിഞ്ഞ വർഷം ആരംഭിച്ചതായ ശുചിത്വ കർമ്മ പദ്ധതിയാണ് ക്ലീൻ മാരാമൺ എന്ന് പറയുന്ന തലക്കെട്ടിൽ ഇതറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും മാർത്തോമാ യൂനിവേഴ്സിറ്റിക്കും ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഈ പമ്പായും
പരിസരവും ഈ പന്തലിൻ്റെ പരിസരമുള്ള എല്ലാ സ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള ആ ഒരു ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് നൽകുന്നത്. ദൈവം നല്ലതെന്ന് കണ്ടതിനെ കൂടുതൽ നല്ലതാക്കി തീർക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഗവൺമെൻറ്റുമായി ചേർന്നുള്ളതായ ഒരു സംയുക്ത സംരംഭമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണം. ഒപ്പം ഈ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ മാലിന്യ വിമുക്തമാക്കുന്ന ഈ പ്രക്രിയയിൽ നമുക്ക് ഒന്നിച്ച് അണിചേരാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കൺവെൻഷൻ, ഞാൻ ചെറുപ്പകാലം മുതലേ കൺവെൻഷന് വരുന്ന ആളാണ്. ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. എങ്കിലും ഞാനിപ്പോൾ തിരിച്ച് പിന്നും നാട്ടിൽ വന്നപ്പോൾ എല്ലാ വർഷവും ഞാൻ വന്ന എല്ലാ ദിവസങ്ങളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്നെ യാക്കോബയിലെ കെട്ടിച്ചെങ്കിലും എനിക്ക് ആ മർത്തോമായിലെ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ആ ഒരു നല്ല ഉണർവും നല്ല പുതിയ പുതിയ പാട്ട് പഠിക്കാം. നമുക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ സാധിക്കും. സഖറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയ്ക്ക് പ്രണാമം. മാർത്തോമ സുറിയാനി സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലീത്തയായിരുന്ന ഡോക്ടർ സഖറിയാസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ ആകസ്മികമായ വേർപാട് മാർത്തോമ സഭയ്ക്ക് തീരാ നഷ്ടമാണ് സമ്മാനിച്ചത്. മാർത്തോമ സഭയ്ക്ക് മാത്രമല്ല, സഹോദര സഭകളെയും പൊതുസമൂഹത്തെ ആകമാനവും തിരുമേനിയുടെ വേർപാട് തീരാ ദുഃഖത്തിലാഴ്ത്തി. 1938 ഓഗസ്റ്റ് 29 നിരണം വട്ടക്കൽ വെൺപറമ്പിൽ ശ്രീ VK ഉമ്മൻ്റെയും മറിയാമ്മ ഉമ്മൻ്റെയും മകനായിട്ടാണ് തിരുമേനിയുടെ ജനനം. ഒരധ്യാപകനായി ജീവിതം തുടർന്ന തിരുമേനി ദൈവവിളി തിരിച്ചറിഞ്ഞ് വൈദിക പഠനം ആരംഭിച്ചു. 1966 മെയ് 7 ഡീക്കനായും 1966 ജൂലൈ മാസം 9 മാർത്തോമ സഭയിലെ ഒരു കശീകയായും പട്ടമേറ്റു. 1980 ഏപ്രിൽ 26 റംബാനായും 1980 മെയ് 1 എപ്പിസ്കോപ്പയായും വാഴിക്കപ്പെട്ടു. തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും തൻ്റെ ഓർമ്മമണ്ഡലത്തിൽ അനേകായിരങ്ങൾക്ക് വെളിച്ചം പകർന്ന തിരുമേനി 2004 മാർത്തോമ സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലീത്തയായി ചുമതലയേൽക്കുകയും ചെയ്തു. ഇടയ ശുശ്രൂഷ ആടുകൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന തിരുമേനി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുകയും അവയിൽ വിജയം കാണുകയും ചെയ്തു. പ്രകൃതിയെ സ്നേഹിക്കുകയും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്ത തിരുമേനി 40ഓളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. മിഷൻ മേഖലകളിലും മിഷനറി പ്രവർത്തനങ്ങളിലും അതീവ ശ്രദ്ധാലുവായിരുന്ന തിരുമേനി അനേകം മിഷൻ ഫീൽഡുകൾ നിരന്തരം സന്ദർശിക്കുകയും സുവിശേഷകന്മാർക്കും പ്രവർത്തകർക്കും ഊർജം പകർന്നു നൽകുകയും ചെയ്തു പോന്നിരുന്നു. അധ്യാപകൻ, എഴുത്തുകാരൻ, വാഗ്മി എന്നീ നിലകളിലെല്ലാം ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ നിർവഹിച്ച തിരുമേനി സ്വന്തം സഭയ്ക്കും വിശ്വാസികൾക്കും മാത്രമല്ല സഹോദരീ സഭകൾക്കും ഏറെ പ്രിയപ്പെട്ട പിതാവായി മാറിയിരുന്നു. അഭിമന്യ തിരുമേനിയുടെ ശാന്തതയും സമസൃഷ്ടികളോടുള്ള സ്നേഹവും മറ്റുള്ളവരെ കേൾക്കുവാനും അംഗീകരിക്കുവാനുമുള്ള മനസ്സും സാധാരണക്കാരായ അനേകായിരങ്ങൾക്കിടയിൽ തിരുമേനിയെ പ്രിയപ്പെട്ട തിരുമേനിയാക്കി മാറ്റുകയും ചെയ്തു. ദൈവികമായ ദർശനവും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും മൂലധനമാക്കി അനേകർക്ക് ആശ്വാസമായി പ്രവർത്തന രംഗത്ത് ജ്വലിച്ചു നിന്ന അഭിമന്യ തിരുമേനിയുടെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ന്യൂസിൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം.